ജാൻവി, മോളെ എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ട് സ്വന്തം സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? മോളെ ക്ലാസ്സിലോ നമ്മളെ ഫാമിലിയിലോ അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ടാവും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപാട് ജോലി ഉണ്ടാവും, പക്ഷെ എന്നാലും വേറുള്ളവരെല്ലാവരെയും ജോലി ഏറ്റെടുക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ മാറ്റിവെച്ചൊരു പൈസ ആയിരിക്കും. അത് ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കണ്ടെന്നൊക്കെ മനസ്സിലുണ്ട്, പക്ഷെ എന്നാലും നിവൃത്തിയില്ല, വേണ്ടാന്ന് പറയാൻ വയ്യാത്തതുകൊണ്ട് കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ആളെയൊക്കെ കണ്ടിട്ടില്ലേ? എല്ലാവരെയും ഹാപ്പി ആക്കാൻ നോക്കിയിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമൊക്കെ ഏറ്റെടുത്ത് അത് ചെയ്ത് ഇത് ചെയ്ത് അവസാനം അതൊന്നും എനിക്ക് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കരയാറില്ലേ? ഇത് എന്തുകൊണ്ടാണെന്നറിയോ? മൂക്ക് നോ പറയാൻ അറിയാത്തതുകൊണ്ടാണ്. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ, ചെയ്തു കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ റൈറ്റ് അവേ നോ എന്ന് പറയാൻ പഠിക്കണം. നമുക്ക് എല്ലാവരെയും ഹാപ്പി ആക്കിയിട്ട് നമുക്ക് ഒരിക്കലും മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. നമ്മളിനി എന്തൊക്കെ ഹെൽപ്പ് ചെയ്തു കൊടുത്താലും എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് കുറേ കുറ്റങ്ങൾ നമ്മളെ പറ്റി പറയാനുണ്ടാവും. നമ്മൾ ചെയ്തു കൊടുത്തത് ശരിയായില്ല, അത് അങ്ങനെ അല്ലായിരുന്നു വേണ്ടത്, അത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ബെറ്റർ ആവുമായിരുന്നു, ഇങ്ങനെയൊക്കെ ആളുകൾ പറയാൻ തുടങ്ങും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? മൂക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നോ എന്ന് അവരോട് പറയാം. തുടക്കത്തിൽ അങ്ങനെ പറയുമ്പോൾ ജാൻവിക്ക് തോന്നും അവർക്ക് എന്തോ വിഷമായോ, അവരെന്നോട് മിണ്ടാതാവോ, അവരെന്നെ മൈൻഡ് ചെയ്യാതിരിക്കുമോ, ക്ലാസ്സിൽ ഞാൻ ഒറ്റപ്പെടുവോ എന്നൊക്കെ തോന്നും. ഇനി നമ്മൾ വലിയ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഇത് കൂടി വരും. ഇങ്ങനെ ചെയ്തു തരുമോ, അങ്ങനെ ചെയ്തു തരുമോ എന്നൊക്കെ. പറ്റാത്ത കാര്യങ്ങൾ, ജാൻവിൻ്റെ മനസ്സിന് തെറ്റാണ്, ഞാനിത് ചെയ്യരുതെന്ന് തോന്നിയ കാര്യങ്ങൾ ആര് എന്തൊക്കെ പറഞ്ഞാലും ആർക്കും ചെയ്തു കൊടുക്കരുത്. നമുക്ക് ഒരു റിഗ്രറ്റും ഇല്ലാതെ പറ്റാത്ത കാര്യം നോ എന്ന് പറയേണ്ടത് ജാൻവിൻ്റെ റൈറ്റാണ്. ചെയ്തു കൊടുക്കുന്ന ഒരു ഫേവർ അല്ല എന്നുള്ളത് ഇപ്പോഴേ മനസ്സിലാക്കണം. നമുക്ക് എന്ത് വേണം വേണ്ടാന്ന് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനോട് യൂസ്ഡ് ആയിക്കോളും. ഇല്ലെങ്കിൽ വേറെയുള്ള ആളുകൾ നമുക്ക് നമ്മളെ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ തുടങ്ങും. അത് പിന്നെ നമുക്ക് വലിയ തലവേദനയാണ്. നമുക്കത് കുറേ കാലം കൊണ്ടുപോകാൻ പറ്റുകയില്ല. നമ്മൾ നമ്മളെ തന്നെ ആലോചിച്ച് വിഷമിക്കാൻ തുടങ്ങും. എപ്പം നോ പറയണം, എപ്പം നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ മാത്രം ഡിസിഷനാണ്. അത് കുറച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആളുകൾ പറയും ആ ആളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ ചെയ്യില്ല എന്നുള്ളത്. അപ്പം വേണ്ടാത്ത വള്ളിയൊന്നും പിടിക്കാതെ നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം ചെയ്തു പോവുക, അത്ര തന്നെ.